മലപ്പുറം ജില്ലയിലെ +1 പ്രവേശനം അതീവ സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവിടുത്തെ നിലവിലെ അവസ്ഥ എന്ന് ഒന്നറിയണ്ടേ? പണം കൊടുത്തു പഠിക്കാൻ പോലും മലപ്പുറം ജില്ലയിൽ +1 സീറ്റ് ഇല്ല എന്നതാണ് മലപ്പുറത്തെ ഇന്നത്തെ അവസ്ഥാവിശേഷണം. അത്രമേൽ രൂക്ഷമാണ് ജില്ലയിലെ +1 സീറ്റ് പ്രതിസന്ധി. മലപ്പുറത്ത് അൺഎയ്ഡഡ് മേഖലയിലും +1 പ്രവേശനത്തിന് ആവശ്യമായ സീറ്റുകൾ ലഭ്യമല്ലെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാനേജ്മെൻറ്റ് സീറ്റിലടക്കം പ്രവേശനം നേടിയാലും നിരവധി പേർക്ക് തുടർ പഠനത്തിന് അവസരം ലഭിക്കില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 17,000-ത്തിലധികം പേർക്കാണ് 3 ഘട്ട അലോട്ട്മെൻറ്റ് പൂർത്തിയായപ്പോഴും സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കേണ്ടി വരുന്നത്. അൺഎയ്ഡഡ് സീറ്റിലും മാനേജ്മെൻറ്റ് സീറ്റിലും പ്രവേശനം നേടിയാലും 7,000-ത്തിലധികം കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാൻ കഴിയില്ല. 82,446 പേർ അപേക്ഷിച്ചതിൽ 50,036 പേരാണ് മെറിറ്റ് സീറ്റിൽ പ്രവേശനം നേടിയത്. നിലവിൽ 32,366 പേർക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല. 44 മെറിറ്റ് സീറ്റുകളാണ് ഇനി ബാക്കിയുള്ളത്. സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, MRS കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് സീറ്റുകൾ എന്നിവയടക്കം കൂട്ടിയാലോ 17,224 സീറ്റുകളാണ് ബാക്കിയുണ്ടാവുക. മറ്റ് ജില്ലയിൽ നിന്നും അപേക്ഷിച്ച 7,006 പേരെ മാറ്റി നിർത്തിയാലും നിലവിലെ കണക്ക് പ്രകാരം 7,536 പേർക്ക് പണം നൽകിപ്പോലും ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കാൻ അവസരം ഇല്ല എന്നുമാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. 3ാം ഘട്ട അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും മലബാറിൽ 75,000-ത്തോളം വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല. ജൂൺ 24-ന് ക്ലാസ് തുടങ്ങാനിരിക്കുകയാണ്. മുഴുവൻ A+ കരസ്ഥമാക്കിയിട്ട് പോലും ഇതുവരെ സീറ്റ് ലഭിക്കാത്തവരും ഏറെയാണ്. ഇഷ്ടമുള്ള സ്കൂളിലോ ഗ്രൂപ്പിനോ കിട്ടാത്തവരും ഏറെ. വിദ്യാർത്ഥികൾ ആകെ നിരാശരായ അവസ്ഥയിലാണ്. മലബാറിനോടുള്ള അവഗണനയ്ക്കെതിരെ വിവിധ സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട് എന്നതാണ് ഏക ആശ്വാസം.